ഓവർ ദ ഇയേഴ്സ് എനിക്ക് 3 പെൺകുട്ടികളായതിനു ശേഷമാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. ഓക്കെ, അതൊരു ലാലിന്റെ കൂടെ തന്നെ അഭിനയിച്ചു. അതില് ലാലിന്റെ നായികയായിരുന്നു. പക്ഷെ ഞാൻ ലാൽ ബ്രോ എന്നാ വിളിക്കുക പോലും സ്നേഹപൂർവ്വം. നോട്ട് ദ ലാലേട്ടൻ, ദ ലാലേട്ടൻ. ഭയങ്കരമായ കണക്ഷനാ. ലാൽ ബ്രോ. ലാൽ ബ്രോ ഇസ് സുനാമിയുടെ ഒക്കെ ലാൽ ബ്രോ. സിദ്ദിഖ് ലാലില് ലാലേട്ടൻ. ആ ലാലേട്ടന്റെ കൂടെയാണ് ഫസ്റ്റ് അഭിനയിക്കുന്നത്, ലാലേട്ടന്റെ നായികയായിട്ട്. അപ്പൊ ഒരു ലാലേട്ടനോട് അഭിനയിച്ചല്ലോ. എന്തായാലും വരുമല്ലോ അല്ലെ? എന്തായാലും ചേച്ചി വരും വരും. ഇങ്ങനെ ഇത്രയും സുന്ദരിയും സുമുഖിയ ചേച്ചിനെ എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. പക്ഷെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം. പറഞ്ഞു വരും. ഇപ്പൊ ഫസ്റ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീരിയലിൽ ഞാൻ നോ പറഞ്ഞു. ഇനിയിപ്പോ ഈ സീരിയൽ കഴിഞ്ഞിട്ട് വേറൊരു സിനിമയും സീരിയലും കൂടി വന്നു, ഏത് ചൂസ് ചെയ്യും? ഐ വിൽ ലുക്ക് ഇൻ ടു ദ ക്യാരക്ടർ. എനിക്ക് എത്ര പെർഫോമൻസ് സ്പേസ് എത്ര ഉണ്ട് എന്നായിരിക്കും ഞാൻ സിനിമയാണെങ്കിലും സീരിയൽ ആണെങ്കിലും നോക്കുക. ഞാൻ അതിനുശേഷം 5 സിനിമ അഭിനയിച്ചു. ഇപ്പൊ ലാസ്റ്റ് എന്റെ സിനിമ ഇറങ്ങിയത് പഠിച്ചോനെ ഞങ്ങള് കാത്തോളി എന്ന് പറയുന്ന സഖാവ് കമല എന്ന് പറയുന്ന ക്യാരക്ടറാണ്. കൊച്ചു റോളാണ്. അതാണ് ലാസ്റ്റ് ഇപ്പം റിലീസായ പടം. ഇനി 2 പടം റിലീസ് ആവാൻ ഇരിക്കുന്നുണ്ട്. നോബഡി എന്ന് പറയുന്ന ഒരു ഫിലിം, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഫിലിം. അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഫിലിമില് ഐ ഡു ഒരു നേഴ്സ് ക്യാരക്ടറാണ്. നോബഡിയിൽ ഒരു ഡോക്ടർ ക്യാരക്ടറാണ്. ഇത് 2 ഇറങ്ങാനുള്ള സിനിമയാണ്. അതിനുശേഷം ഇന്നലെ വരെ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങി, ജസ്റ്റ് ജോയിന്റെ പടം. അതിൽ നിമിഷയുടെ അമ്മയായിരുന്ന ക്യാരക്ടർ ഞാനായിരുന്നു. ഇതൊക്കെ ഞാൻ പറയണം. മാത്രമേ അറിയുള്ളൂ. അത് എന്തെങ്കിലും സിനിമയിൽ അതെനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണേ എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതാണ്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു സിനിമ മൈ നെയിം ഇസ് അഴകൻ. അതില് ശരണ്യയുടെ അമ്മയാണ്. ഐ ലുക്ക് സോ ഡിഫറെന്റ്. ഇതുപോലെ ഡ്രസ്ഡ് അപ്പ് അല്ല. റാണിയമ്മ ഇങ്ങനെ ഭയങ്കര ഡ്രസ്ഡ് അപ്പ് ആണ്. പക്ഷെ അതിലൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ്. മേക്കപ്പ് ആണെങ്കിലും എല്ലാം അങ്ങനെ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സോ ഐ ലുക്ക് വെരി ഡിഫറെന്റ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് എന്റെ പ്ലസ് പോയിന്റ്. എന്നിട്ട് ഇത് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിലോ? ഏത് ഇതല്ലേ നഷ്ടമായല്ലേ? ബിക്കോസ് ഓഫ് റാണിയമ്മ. എന്റെ ആഗ്രഹം റാണിയമ്മ എപ്പോഴാണ് നടന്നത്. അതാണ് അതിന്റെ ലൈക്ക് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഞാൻ എന്നെ ഒരു ആക്ടറായിട്ട് സമ്മതിക്കുന്നതെന്ന് പറയുന്നത് റാണിയമ്മ. ഇപ്പൊ ചേച്ചി 5 സിനിമയിൽ കൂടുതൽ ചെയ്തു. 10 സിനിമ. ഞാൻ 5 ആക്കി എനിക്ക് അറിയില്ല കേട്ടോ. കുറഞ്ഞു പോയതാ. ഒന്നും കണ്ടിട്ടില്ല. അതന്നെ കണ്ടിട്ടുണ്ട്. ഷട്ടർ കണ്ടു. അതിലൊരു മുസ്ലിം വേഷത്തിലുള്ള അതിപ്പോ ഞാൻ പറഞ്ഞു. ഷട്ടർ കണ്ടിട്ടില്ല. ജോയ് മാത്യു കേൾക്കണ്ട. അതൊരു രസം ഞാൻ പറഞ്ഞുതരാം. ജോയ് മാത്യു ആരെ കണ്ടാലും ചോദിക്കും നിങ്ങൾ ഷട്ടർ കണ്ടിനോ? അപ്പൊ എങ്ങാനും ഇല്ലാന്ന് പറഞ്ഞാ കണ്ടിട്ടോ. എന്ത് ക്വസ്റ്റ്യൻ അറിയോ? ഇപ്പൊ ഈ ചെയ്ത ഇതിലൊക്കെ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ ചെയ്ത എല്ലാതിലും കൂടുതലൊരു അമ്മവേശം. എന്താ ഈ അമ്മവേശം ഇങ്ങനെ